ഗോവൻ യാത്രയുടെ തുടർവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറീസ്. ട്രെയിൻ യാത്രയ്ക്ക് താൽക്കാലിക വിരാമത്തിന് സമയമായി. തിവീം സ്റ്റേഷനിലേക്ക് ട്രെയിൻ മെല്ലെ എത്തിച്ചേർന്നിരിക്കുന്നു. ഉറക്കക്ഷീണവും നല്ല വിശപ്പും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ ഒരു ബസ്സിലാണ് യാത്ര ചെയ്തത്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവർ തന്നെ. എല്ലാവരുടെയും മുഖത്ത് ഒരു ഉത്സാഹ പ്രതീതി. അവർ പരിസരം മറന്ന് ആഘോഷിക്കാൻ തയ്യാറായിട്ടാണ് ബസ്സിൽ കയറിയിരിക്കുന്നത്. ഉച്ചത്തിൽ പാട്ടുവെച്ചും ചിരിച്ചും അട്ടഹസിച്ചും ബസ് മുഴുവൻ ശബ്ദായനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ബാഗ ബീച്ചിനെ ലക്ഷ്യമാക്കി ടിക്കറ്റ് എടുത്തു. യൂനസിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ തീരുമാനങ്ങൾ അനുസരിക്കുകയേ തരമുള്ളൂ. അക്കാര്യത്തിൽ അവന് ചില നിർബന്ധ ബുദ്ധിയുണ്ട്. അത് നല്ലത് തന്നെ. ഞങ്ങൾ ബാഗ ബീച്ചിനടുത്ത് തന്നെ ഒരു റൂം തരപ്പെടുത്തി. അത്യാവശ്യം സൗകര്യങ്ങളോടുള്ള ഒരു റൂം. ഇനി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കണം. അതായിരുന്നു എൻ്റെ അജണ്ട. എന്നാൽ മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും നടന്നു. വിശ്രമിക്കാൻ സമ്മതിച്ചില്ല. കാരണം ഗോവയെ അത്രമാത്രം ആവേശത്തോടെ തന്നെയാണ് ഞങ്ങളും സമീപിച്ചത്. ഗോവ ചുറ്റിക്കാണാൻ 2 വീലർ വേണോ 4 വീലർ വേണോ എന്നുള്ളതായിരുന്നു അടുത്ത ചർച്ച. അവിടെയും യൂനസിൻ്റെ തീരുമാനം അതായിരുന്നു. 2 വീലർ മതി. 400 രൂപ ബഡ്ജറ്റിലാണ് സാധാരണ ഇവിടെ 2 വീലർ ലഭിക്കാറ്. എന്നാൽ യൂനസിൻ്റെയും സാബിത്തിൻ്റെയും ഇടപെടൽ കൊണ്ട് അത് 350 രൂപയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ചു. കൂടെ നാട്ടിൽ നിന്നുള്ള കോളുകൾ ഇവരുടെ ആവേശത്തെ തെല്ലൊന്ന് കുറക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. എങ്കിലും പെടുന്നനെ തന്നെ ഒരു ഫിനിഷ് പക്ഷിയെപ്പോലെ അവർ ആവേശം കൈവരിക്കുന്നതായിട്ടും കാണാൻ ഇടയായി. ഞങ്ങളാദ്യം ബാഗ ബീച്ചിലേക്കാണ് പോയത്. ഗോവൻ ബീച്ചുകളിൽ ഏറ്റവും സുന്ദരമായ ബീച്ചാണ് ബാഗ ബീച്ച്. വർണ്ണശബളമായ LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് നൈറ്റ് ക്ലബ്ബും മദ്യ ഷോപ്പുകളും സജീവമാകുന്നതോടെ ഗോവൻ ബീച്ചുകൾ പകലിനേക്കാൾ സമൃദ്ധമായ ശുഷ്കാന്തി രാത്രിയിലാണ് കാണപ്പെടുന്നത്. ഏതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ മേമ്പൊടികളെല്ലാം ചേർത്തുകൊണ്ട് തെരുവോരങ്ങൾ വിപണന കേന്ദ്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എടുത്തു പറയേണ്ടത് മദ്യഷോപ്പുകളെക്കുറിച്ചാണ്. കേരളത്തിൽ കിട്ടുന്ന ഏതൊരു മദ്യത്തിൻ്റെയും 4/1 വിലയെ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഗോവയിലേക്ക് ഇത്ര കണ്ട് മലയാളികൾ പ്രവഹിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ടാറ്റു, മസാജ് പാർലർ എന്നിവ കൂടാതെ കടൽ ശംഖുകളും എല്ലാം തെരുവിൽ വിപണനത്തിനായി നിരത്തിയിട്ടിരിക്കുന്നു. ടാറ്റുവിൻ്റെ വിവിധ ചിത്രങ്ങൾ കാണാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അയാൾ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടി. ഞങ്ങളെ ടാറ്റു ചെയ്യിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലായി അയാൾ. പിന്നെ തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ അയാളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഗോവയിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ജാതിക്കും മതത്തിനും അപ്പുറം പണത്തിനും സന്തോഷത്തിനും മാത്രം പ്രാധാന്യം നൽകുന്ന ഒരിടം. ഹിപ്പികളാണ് ബാഗ ബീച്ചിനെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചത്. 60കളിലും 70കളിലും ഹിപ്പികളുടെ സഞ്ചാരപാതയിലെ ഒരു ഇടത്താവളമായിരുന്നു ബാഗ ബീച്ച്. ബാഗ ബീച്ച് വാട്ടർ സ്പോർട്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്ഥലമാണ്. കാരണം അപകടങ്ങൾ വളരെ കുറവുള്ള ഏരിയയാണ് ഈ പ്രദേശം. മറ്റു ബീച്ചുകളാകട്ടെ തീരത്തോടടുക്കുമ്പോൾ പാറക്കൂട്ടങ്ങൾ കാണാൻ നമുക്ക് കഴിയും. അത് മിക്കവാറും അപകടത്തിൽ കലാശിക്കുന്നതുകൊണ്ട് ബാഗ ബീച്ചാണ് എല്ലാവരും സ്പോർട്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഗോവ നോർത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും നല്ല ബീച്ചാണ് ബാഗ ബീച്ച്. അറബിക്കടലിലേക്ക് ഒഴുകി വരുന്ന ബാഗ ക്രീക്ക് എന്ന പേരിലാണ് ബാഗ ബീച്ച് ഈ പേര് കൈവരിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിച്ചു പോരുന്ന ഈ ബാഗ ബീച്ചിന് ഗോവ ടൂറിസ്റ്റ് മാപ്പ് പ്രകാരം അഗോഡയിൽ നിന്ന് ആരംഭിച്ച്
കാലാൻഘട്ട് ബീച്ചിലെയും പിന്നിട്ട് ബാഗ ബീച്ചിലെത്തുകയും പടിഞ്ഞാറൻ തീരത്തുകൂടി 30 കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്നു. ഇതിൻ്റെ അവസാന ഭാഗമായി കണക്കാക്കുന്നത് ചപോര ബീച്ചാണ്. മണൽ തീരങ്ങളിൽ ശില്പങ്ങളും കൊട്ടാരങ്ങളും പണിയുന്ന കുട്ടികളെ നമ്മൾക്ക് കാണാൻ കഴിയും. തീരത്തിൻ്റെ തലോടലേറ്റുകൊണ്ട് മുതിർന്നവരാകട്ടെ ബിയറും ചിലർ മസാജിലും മുഴുകിയിരിക്കുന്നു. തുടർന്നുള്ള ചുറ്റലും ഞങ്ങളെ ക്ഷീണിതരാക്കിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തേക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഗോവയുടെ നിറമുള്ള കാഴ്ചകളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതിന് മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്.